എന്താ ചെയ്യാൻ? ഇവിടെ ഇറങ്ങി ഇറങ്ങ. എന്തായി കളിക്കണ? ഒന്നും കൂടെ ഇറങ്ങാൻ നോക്കിയാണ്. അല്ല ഇപ്പോഴേ പറഞ്ഞിട കുറച്ച് കുടിച്ചാൽ മതി എന്നൊക്കെയാണ്. ഇല്ല വാ, ഇത് ഇവിടെ വീഴ്. അല്ല കയറ്. എന്താ അത് വണ്ടി മല. അല്ല കയറ്. മെല്ലെ മെല്ലെ. ശരി. എന്താ ചെയ്യസ്റ്റ? വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, വരുന്നില്ല. അറിയാമോ ഇതിനെ പറ്റിട്ട്? അറിയാമോ? വീട്ടിൽ എന്ന് വന്നാലും കുടിച്ചിട്ടാ വരുന്നത്. ഒരു സമാധാനം തരുന്നില്ല. ഫുഡും വസ്ത്രവും മാത്രം തന്നാ പോരാ, ഒരു ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട കടമ കൂടിയുണ്ട്. അതൊന്നും ചെയ്തു തരുന്നില്ല. എപ്പോഴേ കുടിച്ചു വരുന്നതാ. ഇതിനെ പറ്റി നിനക്ക് എന്തെങ്കിലും കാര്യം അറിയാമോ? 3 ബാറിൽ കയറി ഫ്രണ്ട്സുമായിട്ട്. ഇങ്ങനെ എന്നും കുടിച്ചിട്ട് വന്നിട്ടുണ്ടാ? ഫുഡും വസ്ത്രവും തന്നാ പോരെ ഒരു പെണ്ണിന്. ഭാര്യയ്ക്ക് വേണ്ട കടമ ചെയ്യാൻ നോക്കണം. ഇയാളൊരു ഭർത്താവാണ്. ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കടമകളുണ്ട്. ഏതായാലും സമാധാനിക്ക്, വിഷമിക്കണ്ട ട്ടാ, വിഷമിക്കണ്ട. ഞാനില്ലേ ട്ടാ, വിഷമിക്കണ്ടെന്ന് കാര്യല്ലേ? എന്തൊരു കാര്യല്ലേന്ന് എന്തുകൊണ്ടാ ഇപ്പൊ കരഞ്ഞിട്ട്? വിഷമിക്കണ്ടെന്ന്. ചേച്ചിന് വിഷമിക്കണ്ട ചേച്ചി, എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും വെച്ചിട്ട് എത്ര കാലം കാത്തിരിക്കുക? നല്ല ഡോക്ടറെ കാണിക്കാം. എത്ര പേരെ കാണിച്ചു, എവിടെ കാണിച്ചാലും ഇങ്ങനെ കൂടി നിർത്തത്തില്ല. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ചേച്ചി പേടിക്കണ്ട, ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. പുള്ളിനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്ടാണ് നോക്കണം. അപ്പൊ ക്ലിയർ ആവും, ഉറപ്പാണ്. ചേച്ചി ഭക്ഷണം കഴിച്ചാ? ഇത്ര നേരം അങ്ങേര് വരട്ടെ വരട്ടെ എന്ന് കാത്തിരുന്ന്. അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം? അങ്ങേര് കഴിക്കത്തുമില്ല. ഇവിടെ ഒരാള് കാത്തിരിക്കുന്ന ചിന്തയില്ല. അത് കുടിച്ചിട്ടാ വരുന്നത്. എന്നത്തെ അവസ്ഥ ഇതാ. ഇത്ര നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചാലും പുള്ളിക്കാരൻ വന്ന് കഴിക്കാന്ന് വിചാരിച്ചാ പറ്റുന്നില്ല എനിക്കത്. എപ്പോഴും അങ്ങനെ 4 കാലിൽ കയറി വരുന്നത്. ഒരു സമാധാനം തരുന്നില്ല. ബെഡ്റൂമിൽ പോലും എന്തെങ്കിലും. വിഷമിക്കണ്ട, ഞാനില്ലേ. ഇത്രയും കാലമായിട്ടൊരു കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല. എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു അമ്മയാവണമെന്ന്? എനിക്കും ആഗ്രഹങ്ങളുണ്ട് ഒരുപാട്. ശരി, പോട്ടെ, വിഷമിക്കല്ലേ. ചേച്ചി വിഷമിക്കല്ലേ, പറയുന്നേക്ക. കല്യാണം കഴിഞ്ഞിട്ട് പാർക്കിലും ബീച്ചിലൊക്കെ പോകുമ്പോ ഓരോരുത്തരും മക്കളെയും കൊണ്ടുവരുമ്പോ എനിക്കും ആഗ്രഹങ്ങളുണ്ട്.
ചേച്ചി സാറില്ല ഇവിടെ. ഇങ്ങനെ കാരണം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കിടന്നുണ്ട്. ഒരു കുഞ്ഞില്ല എന്നുള്ള പേരില് എല്ലാവരും എല്ലാ ഫംഗ്ഷനിൽ നിന്നും പരിപാടിയിൽ നിന്നും ഒക്കെ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുക. എന്റെ വീട്ടുകാര് പോലും എന്റെ കുറ്റം എന്നാ പറഞ്ഞത്. എല്ലാരും മുമ്പിലും ഇങ്ങനെ ഒരു മാന്യൻ. ഇങ്ങനെ ഇവിടെ എന്താ ചെയ്യണം എന്നുള്ളത് എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. ചേച്ചിക്ക് ഇപ്പൊ ഒരു കുഞ്ഞാടെ പ്രശ്നം. അതാ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരമ്മയാവാനുള്ളത് വിക്കിക്കൊണ്ടിരിക്കുക എനിക്ക്. ചേച്ചിക്ക് ഇപ്പൊ ഒരു കുഞ്ഞാടെ പ്രശ്നം വെച്ചാൽ നമുക്ക് ശരിയാക്കാം. ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നരകത്തിൽ നിന്ന് ഒരു റിലീഫ് കിട്ടുമായിരുന്നു. ഓ, ഒരു സ്വർഗം കിട്ടിയ പോലെ ആവും എനിക്ക്. ഒറ്റയ്ക്കിരുന്ന് മടുത്ത്. ചേച്ചി കുഞ്ഞിനെ ഞാൻ തന്നോട്ടെ. പുറത്ത് ആരും അറിയില്ല സത്യം. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി കാര്യം. അങ്ങേരിപ്പൊന്നും എണീക്കത്തില്ല. 3 ബാറിൽ കയറിയിട്ടാ ഇപ്പോഴത്തെ വരവ്. സമ്മതിക്കാം. ആരോടും പറയില്ല. പ്രോമിസ്.